ഒരുപാട് അപ്ഡേഷൻ വരുന്ന ഒരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ആ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എസ്ഇഒ. ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് 2024 15 മെയിൻ എസ്ഇഒ റാങ്കിങ് ഫാക്ടേഴ്സിനെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് കോണ്ടന്റ് ഡെപ്ത് ആൻഡ് കോംപ്രസീവ്നെസ്. യൂസറെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ സെർച്ച് കുറിക്കനുസരിച്ചുള്ള ആഴത്തിലുള്ള അറിവുകളും ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റുകളും ആ ഒരു വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വെബ്സൈറ്റിന്റെ റാങ്കിങ് ഫാക്ടറെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം സെമാന്റിക് സെർച്ച് ഓപ്റ്റിമൈസേഷൻ. ആദ്യമൊക്കെ ഒരാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ സെർച്ച് കുറിക്കനുസരിച്ചുള്ള കീവേഡ്സ് നമ്മളെ കണ്ടന്റ്സിൽ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്താൽ മതി. ഇപ്പൊ അതിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ കൂടിയും അതിനേക്കാൾ പ്രാധാന്യമാണ് ആ സെർച്ച് കുറിക്കനുസരിച്ചുള്ള ടോപ്പിക് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ആ സെർച്ച് കുറിക്കനുസരിച്ചുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ്സ് നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് പെട്ടെന്ന് റാങ്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ മൂന്നാമത്തെ കാര്യമാണ് ഈ EAT പ്രിൻസിപ്പിൾ അഥവാ എക്സ്പീരിയൻസ്, എക്സ്പെർട്ടൈസ്, അതോറിറ്റേറ്റീവ്നെസ്, ട്രസ്റ്റ് വർത്തിനെസ്. ഇപ്പൊ എക്സാമ്പിള് നിങ്ങളുടെ വീട്ടിലുള്ള പൈപ്പിന് എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ആ കംപ്ലൈന്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റണില്ല. അപ്പൊ നിങ്ങൾ ആരെ വിളിക്കല്? ഒരു പ്ലംബറിനെയാണ് വിളിക്കല്, അല്ലാതെ ഡോക്ടറിനെ വിളിക്കലല്ല. അപ്പൊ ഇതാണ് ഒരു EAT പ്രിൻസിപ്പിളിന്റെ ഒരു പിന്നിലുള്ള ആശയം എന്ന് പറയുന്നത്. അപ്പോ എക്സാമ്പിള് ഒരു ഡെന്റൽ ഡോക്ടർ ഡെന്റലിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ അതിന് പ്രാധാന്യം ഗൂഗിള് കൊടുക്കുമെന്നുള്ളതാണ്. അതാണ് എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്പീരിയൻസ്. 2 ഡോക്ടർമാരാണ്. ഒരു ഡോക്ടർ 1 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ, രണ്ടാമത്തെ ഡോക്ടർ ഒരു 6 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ. 2 ഡോക്ടർമാരും ഡെന്റലിനെ കുറിച്ച് എഴുതി അതിൽ ഗൂഗിൾ പ്രാധാന്യം കൊടുക്കല് ആ ഒരു 6 വർഷമായിട്ടുള്ള ഡെന്റൽ ഡോക്ടറിന്റെ കണ്ടന്റ്സിനായിരിക്കും. അപ്പോൾ എക്സ്പീരിയൻസിന് കൂടുതൽ പ്രാധാന്യം ഗൂഗിൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നുള്ളത് അതോറിറ്റീവ്നെസ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെൽനോ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു ഡെന്റൽ ഹോസ്പിറ്റല് ഡെന്റൽ ചികിത്സയെ കുറിച്ച് അവരുടെ വെബ്സൈറ്റിൽ എഴുതാനുണ്ടെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുള്ളതാണ് അതോറിറ്റീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രസ്റ്റ് വർത്തിനെസ്. നല്ല വെബ്സൈറ്റുകളുള്ള വെബ്സൈറ്റിൽ നിന്നുള്ള കണ്ടന്റ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുള്ളതാണ്. അപ്പൊ നാലാമത്തെ കാര്യം മാച്ചിങ് യൂസർ ഇന്റന്റ്. അപ്പൊ സെർച്ച് കൂടി ചെയ്യുന്ന ഒരു യൂസറിന്റെ മൈൻഡിലുള്ള കാര്യങ്ങൾ നമ്മളെ കണ്ടന്റ്സിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റാങ്ക് ചെയ്യുന്നുള്ളതാണ്. ആ ഒരു ആളുടെ നീഡ്സിനനുസരിച്ചും ആഗ്രഹങ്ങളനുസരിച്ചും അലൈൻ ചെയ്ത കണ്ടന്റ്സ് ആണ് നമ്മളെ വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അഞ്ചാമത്തെ കാര്യമാണ് LLM ഒപ്റ്റിമൈസേഷൻ. LLMന്റെ ഫുൾ എന്ന് പറയുന്നത് ലാർജ് ലാംഗ്വേജ് മോഡൽ. ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് AI സിസ്റ്റം ആണ്. ഇപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി ആയിട്ടുള്ള ഹ്യൂമൻ ലാംഗ്വേജിനെ കണ്ടുപിടിച്ച് അതിന് പ്രാധാന്യം കൊടുത്ത് റാങ്കിങ് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു AI ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ്സിനെക്കാട്ടും കൂടുതൽ ഹ്യൂമൻ ലാംഗ്വേജ് കണ്ടന്റ്സിനെ കണ്ടുപിടിച്ച് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് റാങ്കിങ്ങിൽ എത്തിക്കുന്ന ആ ഒരു സിസ്റ്റമാണ് LLM ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ആറാമത്തെ കാര്യമാണ് കണ്ടന്റ് ഫ്രഷ്നെസ്. നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കണ്ടന്റ്സുകളാണ് നമ്മളെ വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് ആക്റ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ് എന്നുള്ളതും യൂസറിന് പുതിയ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് എന്നുള്ളതാണ് ഗൂഗിൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലെ ഫ്രഷ് ആയിട്ടുള്ള കണ്ടന്റ്സുകൾ അഥവാ അപ് ടു ഡേറ്റ് ആയിട്ട് കണ്ടന്റ്സുകൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏഴാമത്തെ കാര്യമാണ് കണ്ടന്റ് ഒറിജിനാലിറ്റി. പലരും ചെയ്യുന്നത് ഒരു വേറെയുള്ള വെബ്സൈറ്റിലുള്ള കണ്ടന്റ്സ് ഒക്കെ എടുത്തിട്ട് അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് പല ആളുകളും കണ്ടന്റ്സുകളെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യല്. അപ്പൊ അതല്ലാതെ നിങ്ങളേതായ ഒരു യൂണിക്നെസ് നിങ്ങളെ കണ്ടന്റ്സിൽ കൊണ്ടുവരാനുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വെബ്സൈറ്റ് പെട്ടെന്ന് റാങ്ക് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറാണ്. ഞാൻ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് എന്റേതായ രീതി ഉണ്ടാവും, മറ്റു ട്രെയിനേഴ്സിന് അവരുടേതായ രീതി ഉണ്ടാവും. നിങ്ങൾ കണ്ടന്റ് വെബ്സൈറ്റ് ഡെലിവറി ചെയ്യും, നിങ്ങളേതായ യൂണിക്നെസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എട്ടാമത്തെ കാര്യമാണ് ഹെൽപ്ഫുൾ കണ്ടന്റ്. നമ്മുടെ വെബ്സൈറ്റിൽ കയറുന്ന ഒരു ആൾക്ക് ഹെൽപ്പ് ആവുന്ന കണ്ടന്റ്സുകൾ നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കണ്ടന്റ്സുകൾ നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കുക. അപ്പൊ ഇതിങ്ങനൊക്കെ കണ്ടന്റ്സുകൾ ഉണ്ടാവാണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം ഗൂഗിൾ കൊടുക്കുമെന്നുള്ളതാണ്. ഇപ്പോ ഹെൽപ്ഫുൾ കണ്ടന്റ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസിന്റെ പെയിൻ പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അതേപോലെ തന്നെ അവരെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അവരെ സെർച്ച് ഇൻറ്റന്റ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസിന് അനുസരിച്ചുള്ള ഒരു ഹെൽപ്ഫുൾ കണ്ടന്റ്സ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒമ്പതാമത്തെ കോർ വെബ് ഐറ്റൽ. ഗൂഗിള് നമ്മുടെ വെബ്സൈറ്റിന്റെ ഓവറോൾ യൂസർ എക്സ്പീരിയൻസ് ചെക്ക് ചെയ്യുന്നത് ഈ കോർ വെബ് ഐറ്റൽ നോക്കിയിട്ടാണ്. 3 മെയിൻ കോർ വെബ് ഐറ്റൽ ആണുള്ളത്. ഒന്ന് ലാർജസ്റ്റ് കണ്ടന്റ് പെയിന്റ് അഥവാ നമ്മുടെ വെബ്സൈറ്റിന്റെ സ്പീഡ് ചെക്ക് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് ഇൻപുട്ട് ഡിലേ, അത് ഇന്ററാക്ടിവിറ്റി ചെക്ക് ചെയ്യാൻ. പിന്നെ കുമുലേറ്റീവ് ലേഔട്ട് ഷിഫ്റ്റ് അഥവാ നമ്മുടെ വെബ്സൈറ്റിന്റെ വിഷ്വൽ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ 10ാമത്തെ കാര്യം സ്ട്രക്ചേർഡ് ഡാറ്റ മാർക്കപ്പ്. ഞാൻ SEO തുടങ്ങി അന്ന് മുതലേ സ്ട്രക്ചേർഡ് ഡാറ്റ മാർക്കപ്പിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു SEOയിലുള്ള സ്പെസിഫിക് കോഡ് ഫോർമാറ്റ് ആണ്. ഈ ഒരു കോഡ് ഫോർമാറ്റ് കൊണ്ട് നമ്മുടെ വെബ്സൈറ്റിലുള്ള കണ്ടന്റ്സുകൾ എഫക്റ്റീവ് ആയിട്ട് സെർച്ച് എഞ്ചിൻസ് മനസ്സിലാക്കാൻ ഈ കോഡ് ഗൂഗിളിനെ സഹായിക്കും എന്നുള്ളതാണ്.
പിന്നെ 11ാമത്തെ കാര്യമാണ് വോയിസ് ഓഫ് സെർച്ച് ഒപ്റ്റിമൈസേഷൻ. ഇപ്പൊ കുറെ ആളുകൾ സെർച്ച് ചെയ്യുന്നത് വോയിസ് വെച്ചിട്ടാണ്. അപ്പൊ ആ വോയിസിനനുസരിച്ചുള്ള കണ്ടന്റ്സ് നമ്മളെ വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് റാങ്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് നമ്മൾ സിമ്പിൾ ആയിട്ട് ലാംഗ്വേജ് യൂസ് ചെയ്യുക, നാച്ചുറൽ ലാംഗ്വേജസ് യൂസ് ചെയ്യുക, സ്നിപ്പറ്റ് കോഡുകൾ യൂസ് ചെയ്യുക, FAQ പേജുകൾ ആഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിന് കൂടുതൽ ഹെൽപ്പ് ആവും എന്നുള്ളതാണ്. അപ്പൊ 12ാമത്തെ കാര്യം മൊബൈൽ ഫ്രണ്ട്ലിനെസ്. ഒരു 95% ആളുകളും നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത് മൊബൈൽ കൂടിയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റ് മൊബൈലിൽ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യുക, അത് റെഡി ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനത്തെ ടൂളുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് മൊബൈൽ ഫ്രണ്ട്ലിനെസ് നമ്മൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പിന്നെ 13ാമത്തെ കാര്യം യൂസർ എക്സ്പീരിയൻസ് സിഗ്നൽസ്. ഒരു വെബ്സൈറ്റ് യൂസേഴ്സ് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നൊക്കെ അറിയാൻ ഒരുപാട് സിഗ്നൽസ് ഉണ്ട്. അപ്പൊ ആ ഒരു സിഗ്നൽസ് ഒക്കെ നല്ലതാണ് എങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് പെട്ടെന്ന് റാങ്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ആ സിഗ്നൽസ് ഏതൊക്കെയെന്നുള്ളത് നോക്കാം. ആ ഒരു വെബ്സൈറ്റിന്റെ ഡ്വൽ ടൈം, ബൗൺസ് റേറ്റ്, പേജ് ലോഡ് സ്പീഡ്, മൊബൈൽ റെസ്പോൺസീവ്നെസ്, CTR, കോർ വെബ് വൈറ്റൽ, ഇതുപോലെയുള്ള സിഗ്നൽസ് നല്ലതാണെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് പെട്ടെന്ന് റാങ്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ 14ാമത്തെ കാര്യം ഹൈ ക്വാളിറ്റി ബാക്ക്ലിങ്സ്. ഇപ്പൊ ഒരുപാട് ബാക്ക്ലിങ്സ് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് കിട്ടുന്നത് ക്വാളിറ്റി ബാക്ക്ലിങ്സ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ക്വാളിറ്റി ബാക്ക്ലിങ്സിന് നല്ല രീതിയിൽ ഗൂഗിൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരുപാട് ബാക്ക്ലിങ്സും റെഫറൻസ് ഡൊമൈൻസ് ഒക്കെ നമ്മുടെ വെബ്സൈറ്റിക്ക് കിട്ടിയിട്ട് വലിയ പ്രാധാന്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. 15ാമത്തെ കാര്യം ബ്രാൻഡ് സിഗ്നൽസ്. പല തരത്തിലുള്ള ഓൺലൈൻ സിഗ്നൽസ് നോക്കിയിട്ടാണ് നമ്മുടെ ബ്രാൻഡിന്റെ പോപ്പുലാരിറ്റി അളക്കുന്നത്. അപ്പൊ നമ്മുടെ ബ്രാൻഡിന് എത്ര വെബ്സൈറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബ്രാൻഡിന്റെ സോഷ്യൽ മീഡിയയിലുള്ള പ്രസൻസ്, നമ്മുടെ ബ്രാൻഡിന്റെ ഓൺലൈൻ സെർച്ചിലുള്ള അക്കൗണ്ട്, പിന്നെ ഓൺലൈൻ ഡയറക്ടറീസിലുള്ള നമ്മുടെ ബ്രാൻഡിന്റെ ആക്ടിവിറ്റീസ്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളെ ബ്രാൻഡ് സിഗ്നൽസ് അളക്കുന്നത്. അപ്പൊ ബ്രാൻഡ് സിഗ്നൽസ് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ വെബ്സൈറ്റിനെ നല്ല രീതിയിൽ റാങ്ക് ചെയ്യാൻ ഹെൽപ്പ് ആക്കുന്നു എന്നുള്ളതാണ്.